ജീവിതത്തിലൂടെ ജീവിച്ചു പോയി മഹാപാപിയായിട്ട് ഇപ്പോൾ കുഴിയിൽ കിടന്ന് മുൻകീറിന്റെയും നക്കീറിന്റെയും കബർ ദണ്ഡനവും കബർ ശിക്ഷയും മേടിച്ചുകൊണ്ടിരിക്കുന്ന ആ പാപിയായ മുഹമ്മദിൽ വിശ്വസിക്കുന്ന അങ്ങനല്ല സാറേ. എന്തുവാ സാറേ മുൻകീർ നക്കീർ എന്ന് പറയുന്നത്? ഞങ്ങളുടെ ഈ നന്മ തിന്മകൾക്കനുസരിച്ചുള്ള ശിക്ഷ എന്നാണ് പറയുന്നത്. അടിയോടടിയാണ്, വേറെ അടിയൊന്നുമില്ല. ഇതെന്താ സാറേ ഗുണ്ടാ സെറ്റപ്പ്? ആ ഗുണ്ടാ സെറ്റപ്പ് അള്ളാഹു എന്ന് പറയുന്നതാണ് ഗുണ്ടാ തലവൻ, മുഹമ്മദ് അതിന്റെ കൊട്ടേഷൻകാരൻ, മുൻകീർ നക്കീർ എന്ന് പറയുന്ന പണിക്കാരൻ. മുഹമ്മദിന് അടി എന്ന് വെച്ചാണല്ലോ നിങ്ങൾക്ക് മിക്കവാറും ഇതായിരിക്കും കേട്ടോ. കാരണം നിങ്ങൾ ഈ വിഗ്രഹാരാധനയൊക്കെ ചെയ്യുന്നോണ്ട് ചിലപ്പോ നിങ്ങൾക്ക് ദൈവം അവിടെ ചെല്ലുമ്പോഴേ ആര് പറഞ്ഞു അല്ലല്ല ഞാൻ ചോദിച്ചതിന് മറുപടിയാ അല്ലല്ല ഒരു മിനിറ്റ് നിങ്ങൾക്കാണ് അടിയുടെ പൂര. ഈ കവറിലിട്ട് അടിക്കുന്ന എന്തിനാ നിങ്ങള്? സാറ് ഞങ്ങൾ അടിക്കത്തൊന്നുമില്ലല്ലോ കവറിലിട്ട്. ആര് പറഞ്ഞു? അതായത് ഞങ്ങൾക്ക് മരണശേഷം ഞങ്ങളുടെ വിധിവിലക്കുണ്ട്. അതായത് നിങ്ങൾ നന്മയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തിന്മയാണെങ്കിലും ഒരു കാര്യം ഒഴിച്ച്, അതായത് ദൈവത്തെ ചേർക്കൽ ഒഴിച്ച് നിങ്ങൾ ചെയ്യുന്ന ശിക്ഷയ്ക്ക് നിങ്ങൾക്ക് ശിക്ഷയുണ്ട്. ദൈവത്തെ പങ്കുചേർക്കാൻ നിങ്ങൾ വിഭജിച്ചാൽ പോലും നിങ്ങൾക്ക് അതിന്റെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ പറയാ എന്റെ 10-13 വർഷത്തെ ഇസ്ലാമിക വിമർശന മേഖലയിൽ ഇതുപോലൊരു കള്ളനെ ആദ്യമായിട്ട് ഞാൻ കാണുക കേട്ടോ. ഇവനാണ് ലോക ഇസ്ലാം എന്ന് പറയുന്നത്. മുഹമ്മദിന്റെ വാപ്പയായിട്ട് വരും ഈ പുള്ളി. ഇതുപോലൊരു കള്ളനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒരു കള്ളം പറഞ്ഞു. നിങ്ങളുടെ ഗ്രന്ഥത്തിൽ എഴുതിയേക്കുന്ന അവസാനത്തെ ആളുടെ ചെരുപ്പടി ശബ്ദം കേൾക്കുമ്പോൾ ഒരു മിനിറ്റ് ഒരു കള്ളത്തരം പറഞ്ഞ് തെളിയിക്കാവുന്നത്. ഞാൻ ഇടയ്ക്ക് ചേർത്തില്ല ഈ പുള്ളി കള്ളത്തരം പറഞ്ഞതാണോ ഇല്ലെന്ന് ഇപ്പൊ നമുക്ക് തെളിയിക്കാം. ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിനെ ഓർത്ത് കരഞ്ഞാൽ എന്തെങ്കിലും ശിക്ഷയുണ്ടോ ഇല്ലേ? സാറേ ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് മരണപ്പെട്ട കരയാൻ പാടില്ല, ഒരാളും കരയാൻ പാടില്ല. മരണപ്പെട്ട് കരഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ എന്താ മരണപ്പെട്ട് കരയാനേ പാടില്ല. ദൈവത്തിലേക്കുള്ള യാത്രയാണ്. മനസ്സിലെ താങ്കളോട് ചോദിച്ചു ശിക്ഷയുണ്ടോ കരഞ്ഞാൽ? താങ്കൾ വിളവള പറയില്ല പൊട്ടന്മാരാ. കരഞ്ഞാൽ ശിക്ഷയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിക്ഷ ഉണ്ടാവും. കരയാൻ പാടില്ല സാറേ, കരയാൻ പാടില്ലെന്നുള്ളതാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. കരഞ്ഞാൽ ചിലപ്പോ ശിക്ഷ കാണും. എനിക്ക് അതിനെ കുറിച്ച് ശിക്ഷയെ കുറിച്ച് അറിഞ്ഞൂടാ. കരയാൻ പാടില്ല. കരയുന്നവരെ നമ്മള് അവർക്ക് ശിക്ഷ ശരി മരണപ്പെട്ട് കരയാൻ പാടില്ല. ഓക്കെ സത്യവറ റേഞ്ചില്ല. സത്യവറ പാട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ നിങ്ങളെ പറയുന്നത് കബറിന്റെ ഇത് മരിച്ചു കഴിഞ്ഞാൽ കരയാൻ പാടില്ല എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്, ശരിയാണോ? ശിക്ഷ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ സാറേ. അതെ കള്ളം പിടിക്കുമെന്ന് കണ്ടപ്പോഴത്തേനും തോന്നലുമായിട്ട് വന്നു. നിങ്ങൾ മനസ്സിലായില്ലേ കരയാൻ പാടില്ല, ശിക്ഷ ഉണ്ടെന്നാണ് എന്റെ അറിവ്. എന്താണ് ശിക്ഷ? അതായത് ശിക്ഷ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം എവിടെയോ പറഞ്ഞിട്ടുണ്ട്, ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു മരണ വീട്ടിൽ പ്രവാചകൻ പോകുന്നതും ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് കരഞ്ഞപ്പോഴത്തേക്ക് അവരോട് കരയതെന്ന് പറയാൻ പറഞ്ഞു. രണ്ടാമതും പ്രവാചകൻ പറഞ്ഞു. പിന്നെയും അവര് കരഞ്ഞപ്പോഴത്തേക്ക് അവരുടെ കണ്ണിൽ എവിടെ മണ്ണ് വാരിയിടാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒട്ടും കരയാൻ പാടില്ല. മരണപ്പെട്ടത് ദൈവത്തിലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ട് കരഞ്ഞല്ല അവരെ യാത്രയാക്കണം. അതുകൊണ്ട് മരണപ്പെട്ട കരയാൻ പാടില്ല എന്നുള്ളതാണ്. ഈ മുഹമ്മദ് എന്ന് പറയുന്നത് തന്നെ സകലരെയും കൊന്നിട്ട് ആ വീട്ടിൽ ചെന്നിട്ട് ആ യുദ്ധക്കളത്തിൽ 3 ദിവസം താമസിക്കുമായിരുന്നു. ആ മുറിഞ്ഞവരുടെ ശരീരത്തിന്റെ ഒക്കെ ഇത് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി. അത്രയ്ക്ക് ഒരു നികൃഷ്ട ജന്മമായിരുന്നു. അതോടെ നിൽക്കട്ടെ, ഞാൻ ചോദിച്ചത് അല്ല ഈ കള്ളനാണെന്നുള്ള ഇപ്പൊ തെളിയിച്ച പുള്ളി വിഷയം മാറ്റാൻ നോക്കുകയാണ്, നടക്കത്തില്ല. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. അന്നേരം ഈ മുൻകീറുന്ന അല്ലല്ല ഞാൻ ചോദിക്കുന്നത് ഖബറിലെ ശിക്ഷ എന്ന് താങ്കൾ ഈ പറഞ്ഞ വിഷയത്തിന്മേൽ എന്റെ ചോദ്യം, വീട്ടിലുള്ളവർ കരയാൻ പാടില്ല എന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്, ശരിയല്ലേ? അതെ ശരിയാ, കരയാൻ പാടില്ല. കരഞ്ഞാൽ കരയാൻ പാടില്ല. ഞാൻ പറയാം കരയാൻ പാടില്ല. കരഞ്ഞു കഴിഞ്ഞാൽ സ്വഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 11 ഹദീസ് നമ്പർ 18 അതിന്റെ അകത്ത് പറയാണോ, ഇബ്നു ഉമർ നിവേദനം, ഉമറിന് കടാരി കൊണ്ടുള്ള കുത്തേറ്റ് ബോധരഹിതരായപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും അദ്ദേഹത്തിന്റെ പേരിൽ ഉച്ചത്തിൽ അട്ടഹസിച്ച് കരഞ്ഞു. ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവർ കരയുന്നത് നിമിത്തം മയ്യത്ത് ശിക്ഷിക്കപ്പെടുമെന്ന് നബി പറഞ്ഞത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? മനസ്സിലായല്ലോ? കരയാൻ പാടില്ല സാറേ, പാടില്ല. എന്റെ ഒരു ചോദ്യം, മുഹമ്മദ് മയ്യത്തായപ്പോൾ ആരെങ്കിലും കരഞ്ഞോ? നസ്രാന ഒരു മിനിറ്റ്,
സാറേ, മുഹമ്മദ് മരിച്ചെന്ന് പോലും അംഗീകരിക്കാൻ സഹാബാക്കൾ പറഞ്ഞില്ല. അപ്പൊ ഉമറാണ് വാളുമായിട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞത് മുഹമ്മദ് ഒരു മനുഷ്യനാണ്, നിങ്ങൾ ഇതാവരുതെന്നും പറഞ്ഞ് വാളുമായിട്ട് ഉമറാണ് ഇറങ്ങിയത്. അപ്പോഴാണ് അവർക്ക് ബോധ്യം വന്നത് പ്രവാചകൻ മരിച്ചെന്ന്. കള്ളം പിടിച്ചോണ്ടിരിക്കുക. ഇവൻ കള്ളനാന്ന് പിന്നെ പിന്നെ തെളിയിക്കുകയാണ്. നീ കള്ളനാന്ന് തെളിഞ്ഞോണ്ടിരിക്കുക. കാരണം നിന്നോട് ഞാൻ പറഞ്ഞു, നീ തന്നെ എന്റെ അടുത്ത് ചോദിച്ചു പുസ്തകങ്ങൾ തുറന്നു വെച്ചുകൊണ്ടിരിക്കുകയാണോന്ന്. നീ പറയുന്ന ഓരോ കള്ളത്തരത്തിനും ഞാൻ പുസ്തകം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, മുഹമ്മദ് ചത്തപ്പോൾ ആ വീട്ടിലുള്ളവരോ പരിസരത്തുള്ളവരോ കരഞ്ഞോ ഇല്ലയോ എന്നാണ് എന്റെ ചോദ്യം. സാറേ, അവരെ അംഗീകരിച്ചില്ല മുഹമ്മദ് മരിച്ചെന്നുള്ളത്. അവരെ വാവിട്ട് കരഞ്ഞു. എന്റെ ചോദ്യം അതല്ല. മുഹമ്മദ് ചത്തപ്പോൾ വീട്ടിലുള്ളവർ കരഞ്ഞോ പരിസരത്തുള്ളവർ കരഞ്ഞോ ഇല്ലയോ എന്നാ. സാറേ, കരഞ്ഞിട്ടുണ്ട്. അതിനല്ലേ ഉമ്മർ വാളുമായിട്ട് ഇറങ്ങിയ, കരയരുതെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വാളുമായിട്ട് ഇറങ്ങിയില്ലേ അവരെ കൊല്ലാൻ വേണ്ടി? ആര്? അതിന്റെ തെളിവും തന്നെ. നീ ഒരാണാണെങ്കിലും അതിന്റെ തെളിവും തന്നെ. സാറേ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതൊക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങളൊക്കെ ഒരാണിന്റെ നട്ടലോട് കൂടിയാണ് നടക്കുന്നത്. ആദ്യമേ നീ ഒരു ആണിന്റെ നട്ടലോടുകൂടിയാണ് സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവ് തരാനാ പറഞ്ഞത്. സാറേ, ഞാൻ പറഞ്ഞില്ല, എന്റെ ബുക്കുകളൊന്നും ഇല്ല സാറേ. നിനക്ക് ബുക്കുകളില്ല. അപ്പൊ മുഹമ്മദ് ചത്തെന്നറിഞ്ഞപ്പോൾ ആൾക്കാർ കരഞ്ഞുകൊണ്ടിരുന്നത് ഉമറോ അലി ആരോ വാളുമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവരുടെ കരച്ചിൽ നിന്നോ? ഞങ്ങള് മനസ്സിലാക്കിയിട്ടുണ്ട് അത്. ഉണ്ട്. അപ്പൊ നീ ലോക കള്ളനാണെന്നുള്ളത് ഞാൻ തെളിയിക്കുകയാണ്. നീ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത് വെച്ചോ, ഞാൻ പുസ്തകത്തിൽ നിന്ന് വായിച്ചു തരാം. നീ മൈക്ക് മ്യൂട്ട് ചെയ്തോ, നീ കള്ളനാണെന്നുള്ളത് ഞാനിപ്പോ തെളിയിച്ചു തരാം കേട്ടോ. ഇഹിയ ഉലുമുദ്ദീൻ എന്ന് പറയുന്ന പുസ്തകം. അതാണ് ഞാൻ പറഞ്ഞത്. കാശ് കൊടുത്ത് നീ പോയി ഇസ്ലാമിക പണ്ഡിതന്മാരോട് ചോദിച്ചാൽ മതി ഇഹിയ ഉലുമുദ്ദീൻ എന്താണെന്നുള്ളത്. നീ മൈക്ക് മ്യൂട്ട് ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം. ഇവൻ കള്ളനാണെന്നുള്ളത് ഞാൻ തെളിയിച്ചുതരാം. മൈക്ക് മ്യൂട്ട് നീ മൈക്ക് മ്യൂട്ട് അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു. ഇസ്ലാം എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. നീ മൈക്ക് മ്യൂട്ട് ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം. ഇഹിയ ഉലുമുദ്ദീൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പുസ്തകത്തിന്റെ ആധികാരികത എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. ഈ പുസ്തകം എന്ന് പറയുന്നത് ലോകത്തുള്ള സകല ഗ്രന്ഥങ്ങൾ നശിച്ചു പോയാലും ഇഹിയ ഉലുമുദ്ദീൻ എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ടെങ്കിൽ ഇസ്ലാമിക ലോകത്തിന് ഏറ്റവും സ്വാധീനിച്ച ഒരു ഗ്രന്ഥമാണിത്. ഈ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗസാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാം അൽ ഗസാലി ആണ്. കാരണം അത് AD 405 AD 1058 മുതൽ 1111 വരെ ജീവിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം. ഈ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇഹ്യ ഉലുമുദ്ദീൻ അഥവാ ഇഹ്യ ഉലുമുദ്ദീൻ എന്ന് വെച്ചാൽ മതവിജ്ഞാനങ്ങളെ ജീവിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇസ്ലാമിക രീതി. ശാസ്ത്രത്തിലെ എല്ലാ വിഷയങ്ങളും ഈ പുസ്തകം കൈകാര്യം ചെയ്യുകയാണ്. ഈ ഇസ്ലാമിക ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന സംഭവം ഞാൻ വായിക്കാം. അതിന്റെ 35-ാമത്തെ പേജ് 212 വാല്യം 35. ആയിഷ പറയുന്നു, നബീസ മരണപ്പെട്ടു. വീട്ടിലുള്ളവരുടെ കരച്ചിൽ ശബ്ദം ഉയർന്ന ഘട്ടത്തിൽ നാനാ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ അവിടെ സമ്മേളിക്കുകയും നബീസയുടെ വസ്ത്രം കൊണ്ട് തന്നെ മൂടിയിടപ്പെടുകയും ചെയ്തപ്പോൾ ജനങ്ങൾ വ്യത്യസ്ത അഭിപ്രായക്കാരായിരുന്നു. ഇനി അടുത്തത് കേട്ടോളം. ഇനിയാണ് ശ്രദ്ധിച്ചു കേൾക്കേണ്ടത്. ഇഹ്യ ഉലുമുദ്ദീൻ വാല്യം 35 പേജ് 218. നബി മരണപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ടതായി അബൂബക്കർ സിദ്ദിഖ് വീട്ടിലേക്ക് പ്രവേശിക്കുകയും നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്തപ്പോൾ വീട്ടിലുള്ളവരെല്ലാം അട്ടഹസിച്ചു നിലവിളിച്ചു. അപ്പൊ വീട്ടിലുള്ളവരെല്ലാം അട്ടഹസിച്ച് നിലവിളിച്ചു മുഹമ്മദ് ചത്തെന്നറിഞ്ഞപ്പോൾ. അടുത്തത്, മദീനയുടെ വെളിയിലുള്ള മുസല്ലയിൽ താമസിക്കുന്നവർ പോലും അത് കേൾക്കുകയുണ്ടായി. അദ്ദേഹം എന്തെങ്കിലും പറയുമ്പോഴെല്ലാം അവരുടെ കരച്ചിൽ വർദ്ധിച്ചിരുന്നു. എന്ന് വെച്ചാൽ ഈ സ്വന്തക്കാരോ ബന്ധുക്കാരോ ബന്ധുമിത്രാദികളോ ഒരു മുസ്ലിം ചത്തെന്നറിഞ്ഞുകൊണ്ട് വിഷമിച്ചോ കരയുകയോ ചെയ്താൽ അവനെ ഖബറിലിട്ട് എന്ത് ചെയ്യും? അടിക്കോ എന്നുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈ മുഹമ്മദിന്റെ വീട്ടിലുള്ളവർ അട്ടഹസിച്ച് നിലവിളിച്ചു. മദീനയുടെ വെളിയിലുള്ള മുസല്ലയിൽ ഗ്രാമങ്ങളിൽ പോലും ഉള്ളവർ പോലും എന്ത് ചെയ്തു? അവരും ഇരുന്ന് നിലവിളിച്ചു. അപ്പോൾ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ മുഹമ്മദ് മരിച്ചപ്പോൾ ചത്തുകിടന്നപ്പോൾ പുറത്തുള്ളവർ കരഞ്ഞോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരഞ്ഞു എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. അവനിപ്പോൾ മുൻകീറിനെ നക്കീറിനെ എന്ന് വെച്ചാൽ ഖബർ ദണ്ഡനത്തിൽ കിടന്ന് അടിമേടിച്ച് നട്ടം തിരിഞ്ഞ് അന്ത്യനാളിൽ കാഹള ഊതുന്ന ദിവസം വരെ ആയിഷ കരഞ്ഞു എന്നൊക്കെ എഴുതിയ അതെന്ത് എന്ത് വിലയാ സാറേ ഉള്ളത്? ഇതൊക്കെ ഇയാൾ എന്നെ കള്ളനാണോ? ഇവനെ കള്ളനാണോ? ഒരു മിനിറ്റ്. ആഡമേ, മുഹമ്മദ് ആരെങ്കിലും മരണപ്പെട്ടപ്പോൾ കരഞ്ഞിട്ടുണ്ടോ?
സാറേ ഞങ്ങളൊന്നും പഠിച്ചിട്ടില്ല. ആഡം, ഇത് കണക്കുള്ള ഏതെങ്കിലും ബുക്കിനകത്ത് ആ കറക്റ്റ് മേളത്തെ എഴുതി ഹദീസ് വായിക്ക. വെച്ചാൽ ഹദീസ് എടുക്ക, ഹദീസ് എടുക്ക, ഹദീസ് എടുക്ക, ഹദീസ് എടുക്ക, മേളത്തെ ഹദീസ് വായിക്ക. മുഹമ്മദ് ഇപ്പോഴും ആ കവറിൽ അടി വാങ്ങിച്ചുകൊണ്ടിരിക്കുക ഈ കാരണം വെച്ചോണ്ട്. ഹദീസ് വായിച്ച്. വായിച്ചു സാറ് വായിച്ചോ? അല്ലല്ല, ഞാൻ വായിക്കത്തില്ല. താങ്കൾ തന്നെ ഞാനെങ്ങനെ വായിച്ചു. വായിക്കുന്നത്? സാറ് വായിച്ചോ? ഇവർക്ക് എനിക്ക് എടുക്കാൻ ഞാനൊന്നും വായിക്കത്തില്ല. ഇത് ഞങ്ങൾ ഇതെല്ലാം മദർസയിൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ കൈ പുസ്തകമൊന്നുമില്ല. നിങ്ങളുടെ കൈ പുസ്തകം തരുവാ, വായിക്കേ. ഗൂഗിളിൽ അടിച്ചു നോക്കാം. സയ്യൽ ബുഖാരി 1342 വായിക്കേ. 1342. ഇവർക്ക് അടി കിട്ടുന്ന ചൂരവടിയും വെച്ചൊന്നുമല്ല, ഇരുമ്പ് ദണ്ടും വെച്ചാണ്, ഇരുമ്പ് കമ്പിയും വെച്ചാണ് അത് അടി കിട്ടുന്നത്. നരകത്തിലുണ്ട് സാറേ, അത് എല്ലാവർക്കും ഉണ്ട്. ഒന്ന് അലൻ ബ്രദറെ പ്ലീസ് ഡോണ്ട് മേക്ക് ഹിം എസ്കേപ്പ്. ഞാനൊന്നും വായിച്ചിട്ടില്ല, എനിക്കൊന്നും അറിയത്തില്ല. ഞങ്ങൾ കൊച്ചിലെ പഠിച്ചതാണ്, ഞങ്ങളുടെ പഠിപ്പിച്ചതാണ്, പക്ഷെ പുസ്തകമൊന്നുമില്ല. സയ്യൽ ബുഖാരി 1342. 1342. 1342. മുഹമ്മദ് ഒരു വൃത്തികേടും കാണിക്കാൻ പറയുന്നുണ്ട് ഇവിടെ. വായിച്ചോ, താഴോട്ട് വായിച്ചോ. സാറേ അത് എടുക്കുന്നുണ്ടെങ്കിൽ സുന്ന.com, അത് ജൂതന്റെ ഹദീസാ വരുന്നത്. വേറെ ഏതെങ്കിലും എടുക്ക്. പിന്നെ ഹമാരി വെബ്, ജൂതന്റെ വെബ്സൈറ്റ് ആണ്. പക്ഷെ പൈസ ഇവർക്ക് കിട്ടുന്ന പൈസ മുഴുവനും പോകുന്നത് സൗദി അറേബ്യയിലോട്ട്. സൗദി അറേബ്യയിൽ നിന്ന് ഇത് ഹോസ്റ്റ് ആകുന്നു. സൗദി അറേബ്യ ആണ് ഇതിന്റെ ഹോസ്റ്റ്. ജൂതന്റെ വെബ്സൈറ്റ് ഉണ്ട്. ഞങ്ങളുടെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ഇത് ദൂതന്റെ വെബ്സൈറ്റ് ആണ്, അതുകൊണ്ട് ഞങ്ങൾ അത് എടുക്കൂല. ഇത് എവിടുന്നാ വരുന്നേ? ഇത് സൗദി അറേബ്യയിൽ നിന്നാണ് വരുന്നത്. സയ്യൽ ബുഖാരി 1342 എടുക്ക. ആഡം ഫൈൻഡ് ഇറ്റ്. ആഡം അമാരി എടുക്ക്, താഴത്തെ എടുക്ക്. ആഡം അമാരി എടുക്ക്, താഴത്തെ എടുക്ക്, അല്ലെങ്കിൽ ആമറീൻ എടുക്ക്. ബുഖാരി സുന്നയിൽ മാത്രമല്ലല്ലോ ഉള്ളത്. സാറേ അത് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല സാറേ, ഇങ്ങനത്തെ ഹദീസുകളൊക്കെ. നിങ്ങളുടെ കയ്യിൽ പുസ്തകം ഉണ്ടെങ്കിൽ പുസ്തകത്തിൽ നിന്ന് എടുക്ക്. ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. എടാ എന്ത് നിങ്ങളെ ആരാ ഈ ഇവിടോട്ട് പറഞ്ഞയച്ചേ? വീട്ടിൽ വെക്കാറില്ല സാറേ, ഞങ്ങളെ വീട്ടിലൊന്നും ഹദീസ്. ഉള്ള സാധനം എടുത്ത് വായിക്കും, ഉള്ള സാധനം ഇപ്പൊ കിട്ടിയത് സാധനം എടുത്ത് വായിക്കും. സാറേ അതല്ലേ ഞാൻ സാറിന്റെ വായിക്കാൻ കിട്ടിയ സാധനം എടുത്ത് വായിക്കേ. ഓപ്പൺ ഇറ്റ് ആൻഡ് റീഡ്. വായിക്കൂല, കള്ളനല്ലേ ആഡം ഓപ്പൺ ഇറ്റ് ആൻഡ് റീഡ്. ബുഖാരി എടുത്തിട്ട് വായിക്കേ. സയ്യൽ ബുഖാരി 1342 എടുത്ത് വായിക്കേ. നോക്കിക്കോ, വായിക്കതൂല. അത് ഇങ്ങനെ താളം തുള്ളി നിൽക്കത്തേ ഉള്ളൂ. കള്ളനാണ്, ലോക കള്ളൻ. അവൻ കള്ളനാണെന്ന് ഞാൻ തെളിയിച്ചതാണ്. ആഡം ബുഖാരി എടുത്ത് വായിക്കാടമേ. ബുഖാരി എടുത്ത് വായിക്കുക. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും മേളിലിട്ടിരിക്കുന്ന ഹദീസ് എടുത്ത് നോക്കി വായിക്കണം കേട്ടോ. ഇവരെ ഏതോ ഉസ്താദ് മദ്രസയിൽ പഠിപ്പിച്ചു. അത് sunna.com ജൂതന്റെ പഠിക്കാനല്ലേ? തിരിച്ചങ്ങോട്ട് ഒരു ചോദ്യം. ഉസ്താദെ ഒരു മിനിറ്റ്. ഉസ്താദെ ഈ sunna.com ജൂതന്റെ വെബ്സൈറ്റ് ആണല്ലോ അല്ലേ? ആ ശരിയാ. ഈ sunna.com എവിടുന്നാണ് ഹോസ്റ്റ് ചെയ്യുന്നത്? ഉസ്താദിന് അറിയത്തില്ല. അയ്യോ, ഉസ്താദെ ഈ sunna.com ഹോസ്റ്റ് ചെയ്യുന്നത് സൗദി അറേബ്യയിൽ നിന്നാണല്ലോ. sunna.comന്റെ ഫൈനാൻസിങ്, sunna.comന് പോകുന്ന ഫൈനാൻസ് എവിടെ നിന്നാണ് വരുന്നത്? ഈ sunna.comന്റെ ഫൈനാൻസ് മുഴുവൻ സൗദി അറേബ്യയിൽ നിന്നാണല്ലോ. ഈ sunna.comന് കിട്ടുന്ന ഡൊണേഷൻ ഒക്കെ എങ്ങോട്ടാ പോകുന്നേ? sunna.comന് കിട്ടുന്ന ഡൊണേഷൻ മുഴുവൻ സൗദിയിലോട്ടാണല്ലോ പോകുന്നേ. വാവ്. sunna.com ജൂതന്റെ വെബ്സൈറ്റ് ആണ്. ജൂതന് വേറെ ഒരു പരിപാടിയില്ല. ആഡം സയ്യൽ ബുഖാരി 1342. അതിനകത്ത് പറയുന്നുണ്ട് സെറ്റിംഗ് നിയർ ദി ഗ്രേവ്. വായിച്ച് റീഡ് ഇറ്റ് അലൗഡ്. സാറേ അത് തന്നെയാണ് സാറേ. നറേറ്റഡ് അനസ് വി വെയർ ഇൻ ദി ഫ്യൂണറൽ പ്രൊസഷൻ ഓഫ് ദി ഡോട്ടർ ഓഫ് അള്ളാഹ്സ് മെസഞ്ചർ ഫാത്തിമ. Allah's messenger was sitting near the grave and I saw his eyes full of tears. He said, is there anyone among you? അതൊന്ന് മലയാളത്തിൽ പറഞ്ഞേ. അത്രയും മലയാളത്തിൽ പറഞ്ഞേ. എന്തോ സാറേ മലയാളത്തിൽ അറിഞ്ഞൂടെ? താഴെ ഇരിക്കുന്ന മലയാളി സഹോദരന്മാരെ എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ അർത്ഥം ഒന്ന് മലയാളത്തിൽ പറഞ്ഞ് എന്താണ് എഴുതിയിരിക്കുന്നത്? എഴുതിയിട്ടുണ്ടോ? ഇങ്ങനെ എഴുതിയേക്കുന്നതാ നമുക്കറിയാം. ഇനി താഴോട്ട് വായിക്കേ. He said, മുഹമ്മദ് എന്ത് പറഞ്ഞു? He said, is anyone
amongst you, you did not have sexual relations with his wife last night. Abu Talha എന്ന് replied പറഞ്ഞാ എന്തുവാ in the എന്ന് പറഞ്ഞാ affirmative, എന്തുവാ and so എന്ന് പറഞ്ഞാ എന്തുവാ വാട്ട് ഈസ് ദ മീനിങ് സാറേ ഓഫ് അത് ദാറ്റ്? അതെന്തോന്നറിയോ സാറേ, നമ്മൾ മരണപ്പെട്ട് കഴിയുമ്പോ കുഴി ഞാൻ എക്സ്പ്ലനേഷൻ മണ്ണിട്ട് ചോദിച്ചോ മൂടുവാങ്കിൽ ആഡമിനോട്? ഞാൻ എക്സ്പ്ലനേഷൻ ഡിഡ് ഐ ആസ്ക് യു എക്സ്പ്ലനേഷൻ? അതെന്തുവാ സാറേ ഇതല്ലേ, അതായത് ആഡം ഡിഡ് ഐ ഭാര്യയായിട്ട് ആസ്ക് യു ശാരീരിക ബന്ധം എക്സ്പ്ലനേഷൻ? ഏൽക്കാത്തത് വേണം ആഡം കുഴിയിൽ ഡിഡ് ഇറങ്ങി ഐ നിന്ന് ആസ്ക് മണ്ണ് യു മൂടാൻ. എക്സ്പ്ലനേഷൻ? ആഡം ഡിഡ് ഐ ആസ്ക് യു എക്സ്പ്ലനേഷൻ? മുഹമ്മദ് തുണിയൂരി കബറി തുണി കിടക്കുന്ന ഊരിയെന്ന് എവിടെ ഫാത്തിമയുടെ, ഞാൻ അടുത്ത തെളിവ് തരാം. മുഹമ്മദ് സാറേ? തുണിയൂരിയിട്ട് എവിടെ സാറേ? കബറി അത് കിടക്കുന്ന ഞങ്ങള് ഈ ഖുറാൻ ഫാത്തിമയുടെ ഞങ്ങള് മേൽ കിടന്നു എന്നതിന്റെ അടക്കുമ്പോഴത്തേക്ക് തെളിവ് ഒരു താഴെ ഉണ്ട്. തട്ടുണ്ട്, അവിടെ ഇറങ്ങി നിന്ന് വേണം പലക ആഡമേ വെച്ചിട്ട് ആഡമേ മണ്ണ് ആഡമേ വിടേടാ. ആഡമേ അത് വിഷയം തലേ അതല്ല, ദിവസം വിഷയം ശാരീരികമായി അതല്ല, ബന്ധപ്പെടാത്ത വിഷയം ആളുകളാണ് അതല്ല, ചെയ്യുന്നത്. ഈ ഇതെന്തുവാ സാറേ വിഷയം ഇത്? അതല്ല, ഈ മണ്ണിടാൻ എന്തിനാ വിഷയം തുണി അതല്ല. ഊരുന്നത്? അജീഷ് ബ്രദറെ, ഇവൻ സമ്മതിച്ചു. മണ്ണിടാനൊക്കെയാ ഈ തുണി പറയുന്നത്. ഊരുന്നത്? മുഹമ്മദ് കരഞ്ഞു. മുഹമ്മദ് അത് സ്വന്തം ഞാൻ മകൾ പറയുന്നുണ്ട്, അത് ഞാൻ പറയുന്നുണ്ട്. ഫാത്തിമയുടെ മുഹമ്മദ് അല്ല, ഫാത്തിമ അല്ല, സാറേ ഡോട്ടറിനെ ഇതിനകത്ത് പറയുന്നുള്ളൂ. പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടില്ലേ, കരയുന്നവരെ കണ്ണി മണ്ണ് വാരിയിടാൻ പറഞ്ഞ പ്രവാചകൻ കരയുന്നത് എങ്ങനെ സാറേ? അപ്പൊ തന്നെ കണ്ണി അറിഞ്ഞൂടെ ഇത് മണ്ണ് തെറ്റാണെന്ന്? വാരിയിടാന്ന് എവിടാ പറഞ്ഞേക്കുന്നത്? പിന്നെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ സാറിന്, കണ്ണിൽ ഫിലിപ്പിയർ 2 കണ്ണിൽ മണ്ണ് കണ്ടപ്പോ അവരെ വാരിയിടാനോ? കണ്ണി മണ്ണ് വാരിയിടാൻ പറഞ്ഞ് അവരെ കരച്ചിൽ കണ്ണിൽ നിർത്തുന്നത് മണ്ണ് കൊണ്ട്. വാരിയിടാനോ? കണ്ണി മണ്ണ് വാരിയിടാനോ? നിങ്ങൾ ശരിക്കും സാറേ കണ്ണി ഇസ്ലാമിനെ മണ്ണ് വാരിയിടാന്ന് ട്രോളുവാണോ വെച്ച് അതോ കഴിഞ്ഞാൽ നിങ്ങൾ മുഹമ്മദിനെ ട്രോളുവാണോ? നിങ്ങൾ ഇസ്ലാമിന് പുറത്തല്ലേ ഇപ്പോൾ നിൽക്കുന്നേ? സാറേ അങ്ങനെ ആണല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് യേശു തന്നെ കണ്ണിൽ ഒരാളെ മണ്ണ് കത്തി വാരിയിടാൻ കുത്തിയിട്ടല്ലേ തെളിവ് അയാളെ എവിടെ? സൗഖ്യമാക്കിയത്. അതറിഞ്ഞൂടെ കണ്ണിൽ സാറിന്? മണ്ണ് വാരിയിടാൻ പറഞ്ഞതിന്റെ യേശു തെളിവ് ഒരു എവിടെ? ഒരാൾ അത്ഭുതം കണ്ണിൽ കൊണ്ട് ആദമേ കാണിക്കുന്നത് ആദമേ ഒരു ഇവിടെ രണ്ട് നിൽക്ക്, കല്ല് ആദമേ തൂക്കിയിട്ടാ ആദമേ സൗഖ്യമാക്കിയത്. ഇവിടെ നിൽക്ക്, യേശുവിലോട്ട് പോവാതെ ഇവിടെ നിൽക്ക്. കണ്ണി മണ്ണ് വാരിയിടാൻ പറഞ്ഞതിന്റെ തെളിവ് എന്തിയെ? സാറേ ഞാൻ സാറിന്റെ എപ്പോഴേ പറഞ്ഞു, എന്റെ ബുക്കാരി ബുക്കുകളൊന്നുമില്ല, ഞങ്ങളിതൊക്കെ കഥകൾ ഞങ്ങളെ പിന്നെന്തിനാ ഒരു ഹദീസുകൾ ക്ലെയിം? ഇങ്ങനെ ഒരു പഠിപ്പിച്ചിട്ടില്ല. കാര്യം ഇപ്പൊ പറയുമ്പോൾ വഴി കിടക്കുന്ന ക്ലെയിം കല്ലെടുത്ത് വരും. മാറ്റാൻ ഞങ്ങൾക്ക് ഒരു പഠിപ്പിച്ചു കാര്യം തന്നത് അത് പറയുമ്പോൾ, തെറ്റെന്ന് ഒരു പറയുന്നുണ്ടാ. ക്ലെയിം വെക്കുമ്പോൾ, ആഡമേ, ഒരു കാര്യം ക്ലെയിം ആയിട്ട് വെക്കുമ്പോൾ അതിന് തെളിവില്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നതല്ലേ മാന്യത ഉള്ളവർക്ക് ലക്ഷണം? സാറേ തെളിവല്ലല്ലോ സാറേ, ഞങ്ങൾ അത് തെറ്റാണെങ്കിൽ സാറല്ലേ വാദിക്കേണ്ടത്. വഴി കിടക്കുന്നതിന്റെ കല്ല് അല്ല, അങ്ങനെ ഒരു മാറ്റാൻ സംഭവമില്ല. കിട്ടും. ഇവൻ മുഹമ്മദിന്റെ ചര്യ പിന്തുടരുന്നത്. കാരണം ദിവസത്തിൽ ഒരു പ്രാവശ്യം കള്ളം പറഞ്ഞിട്ട് ഉറങ്ങാൻ പറ്റത്തുള്ളല്ലോ. അതുകൊണ്ട് കള്ളത്തരം പറയാൻ വേണ്ടി കയറി വന്നതാണ് ലോകമുള്ള. സാറേ ഞാൻ എത്രയോ ഞാനത് തവണയായി കറക്റ്റായിട്ട് സാറിനെ കള്ളനാന്നുള്ളത് ചോദിക്കും, ഞാൻ തെളിയിച്ചു പറഞ്ഞ തന്നില്ല. ഒരു എന്തിനാ ഈ കളവ് പറ. നാണം കെട്ടായി ഇവിടെ ഇരിക്കുന്നത്? ഇവിടെ ഞങ്ങൾ നാളുകളായിട്ട് തുടങ്ങിയത് ഇതേപോലുള്ള പല കള്ളന്മാരും ഇവിടെ നമ്മൾ പൊളിച്ച് അടുക്കി കൈ ഞാൻ കൊടുത്തിട്ടുള്ള. 1-2 തവണ വന്നു സാറേ ഇവിടെ. അതെ, ഒരാളെ എന്തോ അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു കള്ളം വന്നിട്ടുണ്ടെന്ന് ഒരു സഹോദരൻ പറഞ്ഞുകൊണ്ടാണ് ഈ കള്ളനെ ഒന്ന് പിടിക്കാൻ വേണ്ടി തന്നെ വന്നത്. എന്തൊക്കെയുള്ള ഓഡിയൻസിന് കാര്യം മനസ്സിലായി, ഇവൻ കള്ളനാണെന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമായല്ലോ. സാറേ ഞാൻ ഇസ്ലാം ഇപ്പോഴും എന്ന് പറയുന്നത് ചോദിക്കുകയാണ്, ഇതാണ്. ഞാൻ പറഞ്ഞ ഒരു ഇസ്ലാം കള്ളം എന്ന് പറയുന്നത് എന്താണെന്ന് കള്ളം മാത്രമല്ല, മനസ്സിലായോ? മുർത്തതും ഇതാണ് കൂടാണ്. കള്ളൻ. കള്ളം മാത്രമല്ല, മുർത്തതും കൂടാണ്. ഇവരുടെ ഫാമിലി മുർത്തതൂടാണ്. ഫുള്ളും മുർത്തതാണ്. മുമ്പേ പറഞ്ഞു കേട്ടില്ലേ, ഒരു എന്തുവാ ഹാജി താത്ത, അവര് മുർത്തതായ കഥ ആ പറഞ്ഞു കാര്യം കേട്ടില്ലേ? എനിക്ക് ക്ലിയർ ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവരുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുണ്ട്. അവിടെ എത്ര നല്ല ആണ് ബിൽഡിംഗ്, കള്ളൻ. അദ്ദേഹം എഞ്ചിനീയർ ആണ്. അവര് മക്കളെ ഇനി ദത്തെടുത്തു. അബൂബക്കർ അതാണ് ഇത്. ഇനി ആദമേ കഥാപ്രസംഗമൊന്നും വേണ്ട. മുഹമ്മദ് ആരുടെ മുൻപിലോട്ടാ, മുഹമ്മദ് എവിടെ മണ്ണ് വാരിയിടാൻ പറഞ്ഞത് എന്നറിയാമോ? അത് പറഞ്ഞു തരാം. സഹി ബുഖാരി 1305 ഒന്നെടുത്തേ. സാറേ എല്ലാം ഗൂഗിളിലേ തപ്പാൻ പറ്റും. സഹി ബുഖാരി ഇത് തെറ്റ്, വിവരക്കേട്. ഓരോ വലിയ സദസ്സിൽ ചെന്നിട്ട് വിവരക്കേട് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് സാറേ ഇത് ആയിട്ട് പറഞ്ഞു ഞങ്ങളെ തരുന്നത്. എല്ലാ മുസ്ലിങ്ങൾക്ക് അറിയാവുന്ന സാറേ, ആദമിന് അറിയാവുന്നത് വിവരക്കേടാണ് എന്ന് തെളിയിക്കാൻ പോവുകയാണ്. എവിടെയാണ് മണ്ണ് വാരിയിടാൻ ചില പറഞ്ഞത്? സ്ഥലങ്ങളിൽ അത് ചിലരൊക്കെയാണ് കണ്ണിലാണോ സ്ത്രീകളുടെ വേറെ പുരുഷന്മാരെ ഏത്? കാണാറില്ല. ആദമേ കണ്ണിലാണോ വേറെ സ്ഥലത്താണോ എന്നാണ് കാണിക്കാൻ പോകുന്നത്. സഹി അൽ ബുഖാരി 1305 എടുക്ക്, വായിക്ക്. 1305. ഈ വിവരക്കേട് ഇനിയും വേറെ ഇടങ്ങളിൽ പോയി പറയരുത്, നാണക്കേടാണ്. കുറഞ്ഞ പക്ഷം ഞങ്ങൾക്ക് നാണക്കേടാണ്. ഞങ്ങൾ നിങ്ങളെ ഈ കാര്യം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മര്യാദയ്ക്ക് ഇത് പഠിക്കാതെ പോയി ഞങ്ങൾക്ക് നാണക്കേടാണ്. 2 തവണ പറഞ്ഞ് then did not listen to me, narrator Muhammad Aisha, the prophet said, ഉറക്കെ വായിക്കാത് തുടക്കം തൊട്ട്. വായിൽ മണ്ണിടാൻ. നറേറ്റഡ് ആയിഷ, when the news of the martyrdom of അതെനിക്ക് തെറ്റിയതാ, വായി മണ്ണിടാനാണ്. കരയുന്നത് ആയതുകൊണ്ടാണ് എനിക്ക് തെറ്റിയതാ. Thank you for admitting. Thank you for at least being an honest person and saying എനിക്ക് തെറ്റിയതാണ്. Wonderful. ഇനി ഈ വിവരക്കേട് എവിടെയും പോയി പറയത്തില്ലല്ലോ. Now you will not say this, right? Now you will not say this anywhere else? ഇല്ല, കണ്ണെന്ന് ഞാൻ പറയില്ല, വായിൽ മണ്ണിടാൻ. അത് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്. Wonderful. Adam learned something new, right? ഇതിപ്പോ പുതിയതായിട്ട് പഠിച്ചു. ആരാണ് പഠിപ്പിച്ചത്? വേദക്കാർ.
കറക്റ്റ് അല്ലേ? കാരണം ഞാൻ ഉദ്ദേശിച്ച സാറേ ആരാണ് പഠിപ്പിച്ചത്? ആരാണ് പഠിപ്പിച്ചത്? വേദക്കാർ. കറക്റ്റ് അല്ലേ? മനസ്സിലായി. നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പുൽക്കൊടിയാണെങ്കിൽ അവരെ ഗുരുവായിട്ട് കാണണം ആ വിഷയത്തിൽ. വണ്ടർഫുൾ. ഇതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു പുതിയ വിവരം ആര് തരുന്നോ അത് നമ്മളെ ഗുരുവാണ് ആ വിഷയത്തിൽ. ഇതുകൊണ്ടാണ് അള്ളാഹു നിങ്ങൾക്ക് ഖുറാൻ 10:94 പറഞ്ഞത്. Now if you are in doubt, കേൾക്ക്. Now if you are in doubt concerning what has been revealed to you, then ask those who have been reading the book before you. മനസ്സിലായോ? Go and ask the people of the scripture. ഇനിയും ആഡം വേറെ ഒരു വിവരക്കേട് ഇവിടെ പറഞ്ഞായിരുന്നു, എന്താണെന്ന് അറിയാമോ? മയ്യത്തിന്റെ വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞു. മുഹമ്മദ് മരിച്ചപ്പോൾ ഉമർ വെളി വന്നിട്ട് വാള് വീശിയിട്ട് അവരോട് എല്ലാരും മിണ്ടാതിരിക്കാൻ പറഞ്ഞായിരുന്നു. അല്ലല്ല, അതും വിവരക്കേട്. ആഡമേ ഉമറാണ് അത് ചെയ്തത് എന്നതിന് അവരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞത് വിവരക്കേടാണെന്ന് ഞാൻ തെളിയിക്കാൻ പോവാ ആഡമേ. ഐ എം ഗോയിങ് ടു ടീച്ച് യു ദാറ്റ്. ഉമറാണ് വാളുമായിട്ട് ഇറങ്ങിയത്. ആഡം, ഉമർ വാളുമായിട്ട് ഇറങ്ങിയിട്ട് അവരോട് മിണ്ടാതിരിക്കാനാണോ പറഞ്ഞത്? ഉമർ എന്തുവാ പറഞ്ഞത്? മുഹമ്മദ് മരിച്ചിട്ടില്ല എന്നല്ലേ ഉമർ പറഞ്ഞത്? മുഹമ്മദ് മനുഷ്യനാണ് എന്നുള്ള കാര്യം ഉമറാണോ പറഞ്ഞത്? മുഹമ്മദ് മനുഷ്യനാണ് എന്നുള്ള കാര്യം ഉമറാണോ പറഞ്ഞത്, അതോ വേറെ ഒരു വ്യക്തിയാണോ പറഞ്ഞത്? നിങ്ങൾ മുസ്ലിങ്ങൾ തന്നെ മുഹമ്മദിനെ ആരാധിക്കാറുണ്ടായിരുന്നു. അതിന്റെ തെളിവൂടെ കിട്ടും. സഹീഹ് അൽ ബുഖാരി 3667 ഒന്നെടുത്തേ. ഇനി ഈ അടുത്ത വിവരക്കേട് മറ്റുള്ളയിടത്ത് പോയി പറയരുത്. സഹീഹ് അൽ ബുഖാരി 3667 ഒന്ന് വായിച്ചേ. ബുഖാരി 3667 എഴുതി വെച്ചോണോ, ഇത് എവിടെയെങ്കിലും പോയി. നസറും ബ്രദർ ആ സ്ക്രിപ്ചേഴ്സ് വായിക്കുന്ന ഒരു ഡൗട്ട് ചോദിക്കാൻ പറയുന്നത് ആ ദിവസത്തില് ഏതാ ബ്രദറെ? സ്ക്രിപ്ചേഴ്സ് വായിക്കുന്നവരുടെ ചോദിക്കാൻ ഡൗട്ട് ചോദിക്കാൻ. ഖുറാൻ ചാപ്റ്റർ 10 വേഴ്സ് 1094 എല്ലാ ക്രിസ്ത്യാനികളും സേവ് ചെയ്ത് വെക്കേണ്ടിയ വചനമാണ് ഖുറാൻ 1094. ഇവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവർ വന്ന് ചോദിക്കേണ്ടത് നമ്മുടെ അടുത്താണ്. അതുപോലെ തന്നെ ഖുറാൻ 21 വേഴ്സ് 7. ഇപ്പൊ പറഞ്ഞ ഹദീസ് നമ്പർ 6000. സാറേ ഞങ്ങള് ബൈബിൾ അംഗീകരിക്കുന്നുണ്ട് സാറേ. Adam, you focus on taking the reference. You don't focus on the content. ഞാൻ ഓൾറെഡി പറഞ്ഞു 3667 3667 3667. ഞാനിത് പറയുമ്പോ നമ്മുടെ സഹോദരന്മാര് ആരെങ്കിലും ഒന്ന് മേളിൽ പിൻ ചെയ്യണേ. ന്യൂക്ലിയർ ബ്രദറെ ജർഷം. Aisha narrated the wife of the Prophet Allah supposed Israel when അബൂബക്കർ സിദ്ദീഖ്, സോറി ഉമർ അല്ല അല്ലെ? ആഡം, അത് പതുക്കെ ഒന്ന് വായിക്ക്. Why are you in such a hurry? Allah supplied died. Do you have a train to catch? രാത്രി ആവുന്നതാ. The place called Al Sunnah Al Aliyah. Umar stood up and said, by Allah, Allah supposed he is not dead. Umar stood up. ആരാ എണീച്ചേ? Umar stood up and said, Allah's messenger is not dead. മുഹമ്മദ് ചത്ത് അവിടെ കിടക്കുകയാണ്. മുഹമ്മദ് ചത്ത് കിടക്കുമ്പോൾ ഉമർ പറയുക, അയ്യോ അല്ലാഹുവിന്റെ പ്രവാചകൻ ചത്തിട്ടില്ല. അടുത്തത് ഞങ്ങളല്ലേ പഠിച്ചത്, ഇതൊക്കെ തിരുത്തി എഴുതിയേക്കാന്ന് തോന്നുന്നു സാറേ. ഇതെന്തുവാ സാർ? ആദമെ ധൈര്യമുള്ള ഒരു ഉസ്താദിനെ വിളിച്ചോണ്ട് വാ. ആദമിനെ പഠിപ്പിച്ച ഒരൊറ്റ പണ്ഡിതനെ വിളിച്ചോണ്ട് വന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഈ വിവരമാണ് വാള് വീഴ്ചയെന്നാ പറഞ്ഞത്? ആദമിനെ പഠിപ്പിച്ച ഉസ്താദിനെ വിളിച്ചോണ്ട് വാ. കള്ളൻ എന്നുള്ളത് പിന്നെയും തെളിച്ചോണ്ടിരിക്കും. ഇവൻ കള്ളനാണെന്നുള്ളത് പിന്നെയും പഠിച്ചേക്കുന്നത് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതായത് ആരാ തിരുത്തിയത്? ഇത് തിരുത്തിയെന്ന് എങ്ങനെ നിങ്ങൾക്ക് അറിഞ്ഞത്? സാറേ ജൂതരുടെ ഒരുപാട് കയ്യടത്തലുണ്ടായിട്ടുണ്ട് മുസ്ലിങ്ങൾക്കെതിരെ. അപ്പൊ ഈ ഖുറാൻ അല്ല ഈ ഹദീസുകൾ ക്രോഡീകരിച്ചു കൊടുത്തത് ആരാ? ഹദീസുകൾ ക്രോഡീകരിച്ചത് ഇതിനെ കുറിച്ച് അറിഞ്ഞൂടാ സാറേ. ഖുറാൻ ക്രോഡീകരിച്ചു എന്നാ പിന്നെ നിങ്ങൾ ഹദീസുകൾ വിശ്വസിക്കാൻ താഴോട്ട് വായിക്ക്. യു റീഡ് കണ്ടിന്യൂ റീഡിങ്.
സാറേ അത് തെറ്റല്ലേ സാറേ ഇത് വായിക്കുന്നത്? By Allah, അത് തെറ്റല്ലേ? nothing occurred to my സാറേ mind ഇതിപ്പോ എനിക്ക് except ടൈപ്പ് that ചെയ്ത് he said, നമ്മളെ verily, സൂക്ഷിച്ചു കേക്ക്. ഇനി ഞാൻ വായിക്കാൻ പോവാ. ഇനി മൈക്കൊന്ന് മ്യൂട്ട് ചെയ്ത്. വിക്കിപീഡിയ കണക്കെ ഞാൻ വായിക്കാൻ പോവാ. മൈക്കൊന്ന് മ്യൂട്ട് ചെയ്ത്. നിങ്ങളുടെ ഹദീസാ വായിക്കാൻ പോകുന്നത്, മുഹമ്മദിന്റെ സുന്നത്താ വായിക്കാൻ പോകുന്നത്. By Allah, nothing occurred to my mind except that he said, verily Allah will resurrect him and he will cut the hands and legs of some men. അപ്പൊ ഉമർ പറയാണ്, അള്ളാഹു ഇപ്പൊ മുഹമ്മദിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് മുഹമ്മദ് 1-2 പേരുടെ കയ്യും കാലും വെട്ടും. Then Abu Bakr came. അത് തന്നെ തെറ്റല്ലേ സാറേ? ഇടയ്ക്ക് കേറല് താഴെയിടും, ഇടയ്ക്ക് കേറല് താഴെയിടും. മിണ്ടായിരി അവിടെ ഇനിയും കുറെ നേരമായി. Then Abu Bakr came and uncovered the face of Allah's messenger. Abu Bakr വന്നിട്ട് മുഹമ്മദിന്റെ മുഖത്ത് നിന്ന് തുണിയെടുത്ത് മാറ്റി. Kissed him. എന്നിട്ട് അബൂബക്കർ മുഹമ്മദിനെ ഉമ്മ വെച്ചു, തലയിൽ ഉമ്മ വെച്ചു. കുഴപ്പമില്ല, മരിച്ചവരുടെ തലയിലൊക്കെ ഉമ്മ വെക്കാറുണ്ട്, നമുക്ക് പ്രശ്നമില്ല. And said, let my mother and father be sacrificed to you. You are good in life and death. താങ്കള്, ഓ അള്ളാഹുവിന്റെ പ്രവാചകനെ, താങ്കൾ ജീവനിലും മരണത്തിലും നല്ലവനായിരുന്നു. എന്തോ നല്ലവനായിരുന്നു? ഒരു നല്ലവനും ഒന്നും അല്ലായിരുന്നു, അത് വേറെ കാര്യം. ബൈ അല്ലാ ഇൻ ഹൂസ് ഹാൻഡ് മൈ ലൈഫ് ഈസ്. ഇടയ്ക്ക് കേറല്ല, അടങ്ങിയിരിക്കെ അവിടെ അടങ്ങിയിരിക്കെ. ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടില്ല. By Allah in whose hand my life is, Allah will never make you taste death twice. അബൂബക്കർ പറയാ, അള്ളാഹു ഒരിക്കലും താങ്കളെ 2 പ്രാവശ്യം മരണം ആസ്വദിക്കാൻ അനുവദിക്കത്തില്ല. Then he went out and said, എന്നിട്ട് പുള്ളി വെളിയിൽ ചെന്നിട്ട് പുള്ളി പറയാ, oath taker, don't be hasty. അവിടെ ഉള്ളവരോട് പറയുകയാണ്, നിങ്ങൾ തിടുക്കം കാണിക്കരുത്. When Abu Bakr spoke, അബൂബക്കർ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഉമർ ഇരുന്നു. കാരണം എന്തുവാ? അബൂബക്കർ അടുത്ത ഖലീഫയാകാൻ പോവുക. അബൂബക്കർ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഉമർ ഇരുന്നു. അബൂബക്കർ praised and glorified Allah. അബൂബക്കർ അള്ളാഹുവിനെ സ്തുതിച്ചു. എന്നിട്ട് പറഞ്ഞു, no doubt whoever worshipped Muhammad, then Muhammad is dead. നിങ്ങളിൽ ആരൊക്കെയോ മുഹമ്മദിനെ ആരാധിച്ചുവോ, മുഹമ്മദ് ചത്തു. But whoever worshipped Allah, Allah is alive and shall never die. പക്ഷെ അള്ളാഹുവിനെ ആരൊക്കെ ആരാധിക്കുന്നുവോ, അള്ളാഹു മരണപ്പെടുന്നില്ല. Then he recited Allah's statement. ഇടയ്ക്ക് കേറല്ലേ, നിങ്ങൾ പഠിച്ച ഒരു തേങ്ങയും പഠിച്ചിട്ടില്ല. നിങ്ങൾക്ക് റെഫറൻസ് ഇപ്പൊ ഞങ്ങളാ തന്നെ. മിണ്ടാതിരി അവിടെ. നിങ്ങൾ ഒരു തേങ്ങയും പഠിച്ചിട്ടില്ല, നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. Then he recited Allah's statement. അത് കഴിഞ്ഞിട്ട് പുള്ളി ഖുറാൻ 39:30 പറഞ്ഞു, verily you will die and they also will die. നീയും മരിക്കും, അവരും മരിക്കും, എല്ലാം മരിക്കും. He also recited, Muhammad is no more than an apostle. മുഹമ്മദ് ഒരു അപ്പോസ്തലനെ കാട്ടിൽ കൂടുതലില്ല. And indeed many apostles have passed away before him, and if he dies or is killed, will you then turn back on your heels? എന്ന് പറഞ്ഞ ഇതിനു മുൻപേയും പല പ്രവാചകന്മാരൊക്കെ വന്നിട്ടുണ്ട്, അവരും മരിച്ചു. അന്ന് പറഞ്ഞു, നിങ്ങൾ എന്തോ പിന്തിരിഞ്ഞു പോകുമോ? And he who turns back on his heels, nor the least harm will do to Allah, and Allah will give reward to those who are grateful. അപ്പം ഇതാണ് ഒറിജിനൽ സിറ്റുവേഷൻ. ഇനി മദ്രസയിൽ പഠിച്ച വിവരക്കേട് തെളിവില്ലാതെ ഉസ്താദ് ഓക്കാനിച്ച സാധനങ്ങളൊക്കെ തെളിവില്ലാതെ ഓക്കാനിച്ച സാധനം വായിലോട്ട് വിഴുങ്ങിയിട്ട് ഇങ്ങോട്ട് കയറി വന്നിട്ട് ഞങ്ങൾ ഇതാ പഠിച്ചെന്നൊന്നും പറഞ്ഞു കളയല്ലേ. ഞങ്ങളുടെ മുൻപിൽ പുസ്തകം ഇരിക്കുകയാണ് ആഡമേ. അപ്പൊ ആഡം ഇപ്പൊ എന്നാ പഠിച്ചേ? അന്നേരം ഇവര് അള്ളാഹു എന്ന് പറഞ്ഞ് ആരാധിച്ച ഈ പെണ്ണുടിയും മുഹമ്മദിനെയാണല്ലേ? അതെ, അത് തന്നെ. ആഡം ഇപ്പൊ ഇന്ന് എന്തുവാ പഠിച്ചത്? ആരാ വന്ന് പറഞ്ഞത്? ഉമർ അല്ല, അബൂബക്കറാണ്. കുറച്ചു മുൻപേ പറഞ്ഞത്. അതെനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു മുൻപേ പറഞ്ഞ എന്തോ പറഞ്ഞേ? ആഡം എന്തോ പറഞ്ഞേ? പ്രവാചകൻ മനുഷ്യനാണെന്ന് തെളിയിക്കാൻ വേണ്ടി അത് പറഞ്ഞത്. പ്രവാചകൻ ആരാധിക്കാൻ മനുഷ്യനാണ്. ആരാ? സാറേ, അബൂബക്കർ ഉമറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി, കണ്ണും മൂക്കും മാറി. അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത് ആഡമിന് തെറ്റുപറ്റിയതല്ലേ? സാറേ, എനിക്ക് മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാ. കണ്ണിന് കരയുന്നത്. ആഡം ഇന്ന് പീപ്പിൾ ഓഫ് ദ ബുക്കിൽ നിന്ന് എന്തൊക്കെ പഠിച്ചു? അഹ്ലൽ കിതാബ്.
അഹ്ലൽ കറക്റ്റാ. കിതാബിൽ നിന്ന് എന്തൊക്കെ പഠിച്ചു? അതായത് പ്രവാചകൻ മനുഷ്യനാണ്, മലവും മൂത്രവും കക്കൂസിലും ഒക്കെ പോകുന്ന ആളാ. ആഡം ഇന്ന് അഹ്ലൽ കിതാബിന്റെ ആൾക്കാരിൽ നിന്ന് എന്തൊക്കെ പഠിച്ചു? സാറേ അതല്ലേ പറഞ്ഞ പ്രവാചകന്മാരെല്ലാം മനുഷ്യന്മാരാണ്, ആഡം ഇന്ന് ദൈവമല്ല, അഹ്ലൽ അവരും മരിക്കും. കിതാബിന്റെ ആൾക്കാരിൽ നിന്ന് എന്തൊക്കെ പഠിച്ചെന്നാ ഞാൻ ചോദിച്ചത്. വാട്ട് ഡിഡ് യു ലേൺ ഫ്രം അസ്? അഹ്ലി കിതാബ് എന്ന് പറഞ്ഞാൽ വേദക്കാര്, നിങ്ങളെ ഞങ്ങൾ ആ അംഗീകരിക്കുന്നുണ്ട് പുസ്തകം, പക്ഷെ എന്തൊക്കെ ഞങ്ങളെല്ലാം പഠിച്ചു? കൈകടത്തി വാട്ട് ഡിഡ് യു ലേൺ ഫ്രം മാറ്റം അസ്? വരുത്തി. വാട്ട് ഡിഡ് യു ലേൺ ഞങ്ങൾ ഫ്രം അസ്? യേശുവിനെ ദൈവമാക്കി, അവിടെയാണ് പ്രശ്നം. ആഡമേ, വാട്ട് ഡിഡ് യു ലേൺ ഫ്രം അസ്? വാട്ട് ഡിഡ് യു ലേൺ ഫ്രം അസ്? ടെൽ മീ. സാറേ സാറ് പറഞ്ഞ കറക്റ്റ് അല്ലേ, ഇനി പ്രവാചകന്മാരെല്ലാം മരിക്കും. മുഹമ്മദ് ചത്തപ്പോൾ നാറ്റം വന്നായിരുന്നോ? സാറേ ഏത് ശരീരമായാലും ചാവുമ്പോ പിന്നെ നാട്ടം വരത്തില്ലേ? ഇന്നലെ തന്നെ ഒരാള് മരിച്ചു, അയ്യോ. ഓക്കെ, അപ്പൊ മുഹമ്മദ് പറഞ്ഞ ഒരു പ്രവചനം നമുക്കൊന്ന് നോക്കിയാലോ. മുഹമ്മദ് പറഞ്ഞ പ്രവചനം സുനൻ അബൂ ദാവൂദ് 1531. അതൊന്നെടുത്തേ. സുനൻ അബൂ ദാവൂദ് 1531. സുന.com നിന്ന് എടുക്കല്ലേ കേട്ടോ, ആമറീനിൽ നിന്ന് എടുക്കണം കേട്ടോ. സുന.com ജൂതന്റെ ആയതുകൊണ്ട് ആമറീൻ, AMRAYN, ആമറീൻ.com. നമ്മുടെ സഹോദരന്മാര് വേണമെങ്കിൽ ആമറീൻ.com നിന്ന് മേളിൽ സുനൻ അബൂ ദാവൂദ് 1531 മേളിൽ പോസ്റ്റ് ചെയ്യും. 1531 എഴുതിയിട്ട് മുന്നിലോട്ട് ആമറീൻ ഇട്ട് കൊടുത്താൽ മതി, അത് കിട്ടും. സഹോദരന്മാർ ഇപ്പം പോസ്റ്റ് ചെയ്യുന്നതേ, നമ്മുടെ ന്യൂക്ലിയർ ബ്രദറൊക്കെ സൂപ്പർ ഫാസ്റ്റ് ലൈറ്റനിങ് സ്പീഡിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. മേളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചേ. സുന്ന.com ജൂതന്റെ അല്ലേ? നസ്രീനെ ഇതിനു ശേഷം ഈ ഖബർ സാറേ ഇതും ജൂതന്റെയാന്ന് തോന്നുന്നു. ഒരു സെക്കൻഡ് നസ്രീനെ ഇതിനു ശേഷം ഈ മുഹമ്മദും ഐഷയും കൂടെ ഖബറടത്തിൽ കിടന്ന് പരിപാടി നടത്തുന്ന ആ ഹദീസ് വായിക്കണേ. സാറേ ഞാൻ ഇറങ്ങുന്ന കേട്ടോ. അതും സുനൻ അബൂ ദാവൂദ് 1531. അതും പോയല്ലോ. അതും എന്താ പോയേ? അതും പോയോ? അതും തിരിച്ചു വാ ആദമേ. ഇതാണ് ഇവന്മാരിങ്ങനെ ഏതോ കാര്യങ്ങൾ കൊച്ചിലെ പഠിച്ചു വെച്ചിരിക്കുക. ഇവന്മാരുടെ ഉസ്താദന്മാർ ഏതൊക്കെയോ വിവരക്കേട് പഠിപ്പിച്ചു വെച്ചിരിക്കുക. പക്ഷെ തെളിവൊന്നും ഇവന്മാർ ചോദിച്ചിട്ടില്ല. തെളിവ് നമ്മൾ എടുത്തു കൊടുക്കുമ്പോഴത്തേക്കിനും അയ്യോ അങ്ങനൊന്നും സാധനമേ ഇല്ല. അപ്പം പിന്നെ എങ്ങനെയാ രക്ഷിക്കാൻ പറ്റുന്നേ? അപ്പൊ നേരെ ജൂതന്റെ നെഞ്ചത്തോട്ട് വെച്ചിരിക്കുക. എന്ത് പറഞ്ഞാലും ജൂതൻ, അത് ജൂതന്റെ സൈറ്റാണ്. അത് ക്രിസ്ത്യാനിയുടെ സൈറ്റാണ്, ജൂതന്റെ സൈറ്റാണ്. തലയ്ക്ക് വിവരമുള്ള ഏതെങ്കിലും മനുഷ്യൻ പറയുമോ ഈ കാര്യം? സുന്ന.com ജൂതന്റെ സൈറ്റാണെന്ന്. ഏതാ ഏറ്റവും ഇസ്ലാമിക ലോകത്ത് ഹദീസുകൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒരു പുസ്തകം എന്ന് വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഏറ്റവും കൂടുതൽ സുന്ന.com ആണ് നോക്കപ്പെടുന്നത്. എന്നിട്ടാണ് ഈ ആദം വന്നിട്ട് ഒരു സുന്ന.com ജൂതന്റെ വെബ്സൈറ്റ് ആണെന്ന്. ഇച്ചിരെങ്കിലും ഉളുപ്പ്.